സാറേ നമസ്കാരം. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ ഈ നമസ്കാരം. ആ സാർ ഈ കഴിഞ്ഞ ദിവസം കൊടകര കുഴൽപ്പണ കേസില് ഈ പറയുന്ന പോലെ ആ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഒരു പിന്നെ ഒരു ചെറിയ തുക, അതായത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തുകയുടെ അന്വേഷണം മാത്രമേ നടത്തിയുള്ളൂ എന്നൊക്കെ ഒരു കുറ്റപത്രത്തിനെ കുറിച്ച് ആക്ഷേപിച്ച് ഇപ്പോ വളരെ പാതിവത്യം എന്നൊക്കെ പറയൂലേ, എല്ലാം ശുദ്ധരാണ്, തങ്ങളെല്ലാം മെഡിക്കൽ, തങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് രീതിയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. അതായത് ദാസ്യ വൃത്തി ആണ് ഇ.ഡി. ചെയ്യുന്നത് എന്നൊരു വർത്തമാനം പറഞ്ഞു. അവരെന്തോ 28-ന് എങ്ങാണ്ടോ, നാളെയാണെന്ന് തോന്നുന്നു, അവരെന്തോ പ്രകടനമൊക്കെ ഇ.ഡി. ഓഫീസുകളിലേക്ക് നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. സാർ, ഈ കുറ്റപത്രത്തിനെ സംബന്ധിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? എന്താണ് ഈ കുറ്റപത്രത്തിൽ പറ്റിയിരിക്കുന്നത്? എന്തായിരിക്കും ഒന്ന് പറയാം? അല്ല, ഈ എം.വി. ഗോവിന്ദൻ ഇത് പറയുമ്പോൾ തമാശ തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് പറയാൻ ഒരർഹതയുമില്ല. കേരള പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം അദ്ദേഹത്തിന്റെ ദാസ്യവൃത്തിയാണ് ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസിൽ വ്യക്തമായിട്ടും എടുത്ത നിലപാട് BJP-യെ ഇതിനകത്ത് ഫ്രെയിം ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കെ സുരേന്ദ്രനെ ഒതുക്കുക, BJP-യെ, താമരയെ ഇവിടെ ഇല്ലാതാക്കുക, ഉന്മൂലനാശനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ധാരാളമായിട്ട് വലിയ നാരറ്റീവുകളും ക്യാപ്സ്യൂളുകളും ടൂളുകളും ഒക്കെ അതിൽ ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ കേസിന്റെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ, അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ അത് ഉള്ളി പൊളിച്ചതുപോലെ ആയിത്തീർന്നു എന്നുള്ളതാണ് സത്യം. അതിനിപ്പോ ED-യെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. തൃശ്ശൂർ എങ്ങാണ്ടുകൂടെ പോയ ഒരു വണ്ടിയിൽ വെച്ചിരുന്ന നോട്ടാണ് ഈ പറയുന്നത്. അതാരാണ് പറഞ്ഞത്? BJP-യുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. അത് BJP ഓഫീസിൽ നിന്ന് ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം അവിടുന്ന് പണാപഹരണം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതിന്റെ പ്രതികാരം തീർത്തതാണ്. അല്ലാതെ ഒന്നുമല്ല എന്ന് BJP വൃത്തങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. അതായിരുന്നു സത്യം എന്നിപ്പോ തെളിഞ്ഞു. ആ പ്രസ്തുത കാറിൽ പണം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അത് BJP-ക്ക് കൊടുക്കാനുള്ള പണമായിരുന്നില്ല. ഏതോ തെക്കൻ തിരുവിതാംകൂറിലെ ഏതോ കൊട്ടാരം വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുപോയ 42 കോടി രൂപയാണ് കൊണ്ടുപോയത്. കാറിനകത്ത് വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നത് തെറ്റാണ്. ഒരാൾ 50,000 രൂപയിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്, പോലീസിന് പിടിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു കുറ്റം ചെയ്തു എന്ന് വരാതിരിക്കാൻ അയാൾ പറഞ്ഞു ഇത് 2.5 ലക്ഷമേ ഉള്ളായിരുന്നു എന്ന്. അത് പറയാൻ കാര്യം എന്താ? അതും അറിയില്ലായിരുന്നു. പറയാൻ കാര്യം, തൃശ്ശൂർ വെച്ചിട്ട് ഇത്രയും തുക വെച്ചു കൊണ്ടുപോകുന്നത് മണത്തറിഞ്ഞ കള്ളന്മാർ ഈ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ പണം മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോഴാണ് ഇത് പുറത്തു വന്നത്. അല്ലാതെ തൃശ്ശൂർ വെച്ച് ആയതുകൊണ്ടും തൃശ്ശൂർ BJP ഓഫീസിനടുത്തായതുകൊണ്ടും ഇതാണ് ഒരു സന്ദർഭം. BJP-യെ ഒതുക്കാമെന്ന് വിചാരിച്ച ഓഫീസ് സെക്രട്ടറി ഇത് അവിടെ സുരേന്ദ്രന് കൊടുക്കാൻ കൊണ്ടുപോയ തുകയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ED അന്വേഷണത്തിൽ അതിൻ്റെതായ ഒരു തെളിവും കണ്ടെത്തില്ല. ED-ക്ക് ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കാൻ പറ്റുമോ? ക്രൈംബ്രാഞ്ചിന് പറ്റുമായിരിക്കും, ED-ക്ക് അത് പറ്റില്ല. അപ്പൊ ഇല്ലാത്ത തെളിവുകളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ കേസിന് യാതൊരു മെറിറ്റുമില്ല. ക്രൈംബ്രാഞ്ച് എന്നിട്ട് ഇതിനെ കർണാടകത്തിലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കർണാടകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും പാളിപ്പോയി, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടില്ല. അപ്പോ ഇതല്ല, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് ഇത് വല്ലതും കണ്ടെത്തിയോ? ഇതിന് തെളിവ് വ്യക്തമായിട്ട് ഒരു തെളിവും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. ഊഹം മാത്രമാണ്. വെച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇത് പുറത്തു നിന്ന് ആ ഓഫീസ് സെക്രട്ടറിയുടെ പിരിച്ചുവിടപ്പെട്ട ഓഫീസ് സെക്രട്ടറിയുടെ മൊഴി മാത്രമാണ്. അദ്ദേഹത്തിന് ഇലയ്ക്കും ഉള്ളിലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, ചതിയനാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പാർട്ടിക്കെതിരായിട്ട് അഭിപ്രായം പറയുന്ന ചതിയനായ വഞ്ചകനായ ഒരുത്തൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പുല്ലുപോലെ കെ സുരേന്ദ്രൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളത് സത്യമാണ്. അതിനിപ്പോ CPM കടന്ന് ദാസ്യവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസിനെ കൊണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും അവർക്ക് കീഴിലുള്ള സകലമാന സംവിധാനങ്ങളെ കൊണ്ടും ദാസ്യവൃത്തി ചെയ്യുകയാണ്, പ്രോസിക്യൂട്ടർമാരെ കൊണ്ടും. നമ്മൾ കണ്ടതാണ് PP ദിവ്യ കേസില് പ്രോസിക്യൂട്ടറെ കൊണ്ട് വരെ ദാസ്യവരെ ചെയ്യിപ്പിക്കുകയും, അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ട് PP ദിവ്യയുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ദാസ്യവൃത്തിയാണ് CPM നേതാക്കൾക്കുള്ളത്. അവര് സത്യത്തോടല്ല അടുത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ തന്നെ അവരുടെ പ്രവർത്തകർ നടത്തുന്ന ദാസ്യവൃത്തി, മനുഷ്യത്വത്തെ സ്നേഹിച്ച കാൾ മാർക്സിന്റെ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും രൂപം കൊണ്ട പാർട്ടി ആ മാനുഷികതയെ, മാനവികതയെ,
മനുഷ്യത്വത്തെ പാടെയില്ലാത്ത ഒരു സമീപനം 50% ദളിതരായ ആശാപ്രവർത്തകരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്ക് പിന്നിലും അവരുടെ മനുഷ്യത്വമില്ലായ്മ കുരിച്ചു നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ സുധീർ വധത്തിലെ പ്രതികൾക്ക് വേണ്ടി കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചപ്പോഴും അവരുടെ മനുഷ്യത്വമില്ലാത്ത കണ്ണൂരിനെ കണ്ണീര് കുടിപ്പിക്കുന്ന അവരുടെ മൃഗീയത വെളിവാവുകയാണ്. എന്നിട്ടാണ് BJP നശിപ്പിക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കി അങ്ങനെ അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചത്. കരുവന്നൂർ കേസിൽ ഒരു കള്ളവും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതേ ED തന്നെയാണല്ലോ അതിലെ കള്ളം കണ്ടെത്തുകയും നിക്ഷേപകരുടെ പണം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും മാനവികമായിട്ടുള്ള മനുഷ്യത്വപരമായ ഒരു നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായിരുന്നു കൊടി കെട്ടിയ കാറിൽ വെച്ച് പോകുന്ന കേരള ഗവൺമെന്റിനും അതിന്റെ മന്ത്രിമാർക്കും അതിന് കഴിയാതിരുന്നത്? ഓരോരോ പ്രതികളായിട്ട് ഇപ്പൊ പണം കൊണ്ടുവന്ന് അടച്ചിട്ട് പോകുന്നല്ലോ വിരട്ടി കഴിഞ്ഞപ്പോ. അപ്പോ അങ്ങനെ ഒന്നും EDയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ EDയുടെ ദാസ്യവൃത്തി പറഞ്ഞിട്ട് കാര്യം എന്താ? ക്രൈംബ്രാഞ്ചിന് ഇതിന് വ്യക്തമായിട്ട് തെളിവ് കൊടുക്കാൻ കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ പരാജയമില്ല ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഓരോരോ പഴി പറഞ്ഞുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ട് നാടകം കളിച്ച വീണ ജോർജിനെ പോലെ ഇന്ന് അഖില വിശ്വ നാടകദിനമാണ്. ആ നാടകദിനത്തിന്റെ ഓരോരോ നാടകം കളിക്കുകയാണ്. ദാസ്യവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ദാസ്യവൃത്തി ചെയ്യുന്നു, കൂട്ടിലടച്ചിട്ട തത്ത. അതുകൊണ്ട് ഒന്നും ഒരു രക്ഷയില്ല. ഇതിനകത്ത് ശരിയായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. BJP-കാരനായാലും K. സുരേന്ദ്രനായാലും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ആയാലും ശിക്ഷിക്കപ്പെടും. പക്ഷെ നിങ്ങൾക്ക് അതിന് സോളിഡ് എവിഡൻസ് ഇല്ല. മൂർത്തമായിട്ടുള്ള തെളിവുണ്ടല്ലോ. ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ മൂർത്തമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്തിലാണ്. ഒരു ചോദ്യം ഇടയ്ക്കൊന്ന് ചോദിച്ചോ സാർ. ഈ സുരേന്ദ്രന്റെ മകൻ ഇതിൽ വരുന്നുണ്ട്. സുരേന്ദ്രന്റെ മകൻ ഇതിൽ ഇൻവോൾവ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് സാറ് പറഞ്ഞ പോലെ ഇതിന്റെ ആദ്യഘട്ടം അന്വേഷണം നടത്തിയത് അവിടുത്തെ പോലീസാണ്. ഈ പോലീസ് പറയുന്നത് ഈ പണമിടപാടിൽ സുരേന്ദ്രനുമായി ഈ ധർമ്മരാജൻ സംസാരിച്ചിരുന്നു. അതായത് സാറ് പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന തെളിവുകളൊക്കെ തന്നെയും ഒരു വസ്തുതയ്ക്ക് നിരക്കാത്ത തെളിവുകൾ എന്നാണോ സാറ് പറഞ്ഞത്? അതായത് കഴിവുകെട്ട പോലീസ് എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കഴിവുകെട്ട പോലീസ് എന്നല്ല. ഞാൻ നോക്കൂ, നിങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്. നോക്കൂ, MR അജിത് കുമാറിനെ എതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്? P. ശശിക്കെതിരെയും എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്? നമുക്ക് സുരേന്ദ്രന്റെ മോൻ സംസാരിച്ചു, ഭാര്യ സംസാരിച്ചു, മകൾ സംസാരിച്ചു എന്നല്ല എന്തെല്ലാം തെളിവുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരുന്നത് മാധ്യമങ്ങൾ. എന്നിട്ട് MR അജിത് കുമാറിന് DGP ആയിട്ട് ഇപ്പൊ പ്രൊമോഷൻ കിട്ടിയല്ലോ, പ്രൊമോഷൻ ഡ്യൂ ആയല്ലോ. അദ്ദേഹം വാങ്ങിച്ച സ്വത്ത് കവടിയാറിനടുത്തുള്ള വീട് എന്ന് പറയുന്നത് കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയതാണ്, അനധികൃതമാണ്, അനുമതിയില്ലാത്തതാണെന്നാണല്ലോ കൊടി കെട്ടിയ പത്രക്കാരെല്ലാം പറഞ്ഞിരുന്നത്. എന്തേ അവരിപ്പോ എഴുകരായിട്ട് മുട്ടും മടക്കി നിൽക്കുന്നത്, തലയും കുരിച്ചു നിൽക്കുന്നത്? MR അജിത് കുമാർ വ്യക്തമായിട്ടുള്ള അനുമതി വാങ്ങിച്ചാണ്. അന്നേ ഞാൻ അജീവദാസിനോട് പറഞ്ഞതാ, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ല എന്ന്. തൃശ്ശൂരിലെ പൂരം കലക്കല്ലും ആരോപിക്കപ്പെടുന്ന കലക്കല്ലും അദ്ദേഹത്തിന് പങ്കില്ലെന്ന്. അതിപ്പോ വെള്ളം പോലെ അത്യസ്ഫടിക സംകാശയം പോലെ തെളിഞ്ഞിട്ടില്ലേ അയ്യപ്പദാസെ? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഓരോരോ അദ്ദേഹത്തിന്റെ മകള് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ പറയുന്നതല്ല തെളിവായിട്ട് തന്നെ വേണം. അങ്ങനെ ഒന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലാത്തത് കൊണ്ടാണ് ഈ കേസ് തള്ളപ്പെട്ടത്. നിങ്ങൾ പോകൂ, കോടതികളുണ്ടല്ലോ, ആ കോടതികളിൽ പോകൂ, കേസ് കൊടുക്കൂ, തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ED അല്ലെങ്കിൽ EDയുടെ അപ്പുറത്തുള്ള അന്വേഷണ ഏജൻസികൾ കൊണ്ടുവരൂ. എന്നിപ്പോ ED പിന്നെ കള്ളപ്പണത്തിന് ED വേണമെന്നില്ല, ക്രൈംബ്രാഞ്ചിന് തന്നെ കണ്ടുപിടിക്കാൻ. താങ്കൾ പറഞ്ഞ പോലെ അവരുടെ പരാജയം ഇതിലുണ്ട്. അതിന് EDയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു ചെറിയ കാര്യം കൂടെ സാർ. അതായത് ഈ കൊലപ്പണ കേസുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണത്തിന് ഒരു ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ അത്ര പോലും നിലവാരമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ സാറ് പറയുന്നു അത് സാർ ഖണ്ഡിക്കുക ചെയ്യുന്നത്. അപ്പൊ സാർ എന്റെ ഒരൊറ്റ സംശയം കൂടെ, അതായത് ഈ ബാക്കിയുള്ള കൂടുതൽ തുക എത്ര 41 അത്രയും കോടി ഇത് മറ്റൊരു ആവശ്യത്തിന് വന്നതാണ്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അല്ലെ? ഈ പറയുന്ന പോലെ ഇത് ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നു, ബാക്കി അവശേഷിക്കുന്ന ഈ 3 കോടിയുടെ കാര്യം ഇവർ മാത്രമേ അന്വേഷിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വീട് കിട്ടിയ ഒരു ആയുധമായി അതാണ് ഈ ദാസ്യവൃത്തി എന്നൊക്കെ അവരിങ്ങനെ സാറ് പറഞ്ഞ പോലെ ഈ ഗോവിന്ദന് പദസമ്പത്തിന് യാതൊരു കുറവുമില്ല. കാര്യം കുലംകുത്തി തന്നെ എന്നൊക്കെ പറഞ്ഞ് നിഘണ്ടുവിലില്ലാത്ത വാക്കുകൾക്ക് പദസമ്പത്തിന് കുഴപ്പമില്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒക്കെ തന്നെ ഒരു നാടകം
എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന് പറയാമോ സാർ? ഒന്ന് ക്ലോസ് ചെയ്യാമോ സാർ? വിശ്വ നാടക ദിനമാണ് ഇന്ന്. നാടകങ്ങൾ പലതും നമ്മൾ കാണുന്നുണ്ട്. ദേശാഭിമാനിയിലെ കൊച്ചിയിലുള്ള വളരെ തിരക്കേറിയ കലൂർ റോഡിലുള്ള ദേശാഭിമാനി ഓഫീസിൽ നിന്നോ കൈയോലപ്പായിൽ കോടിക്കണക്കിന് രൂപ കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്നോ ആ ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരൻ, പത്രപ്രവർത്തകൻ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോ CPM-ന് എതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എവിടെ തെളിവ്? പോലീസിനെ എന്താ അന്വേഷിക്കാത്തത്? ക്രൈംബ്രാഞ്ച് എന്താ അന്വേഷിക്കാത്തത്? അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഓരോ പറയുന്നത് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വലിയൊരു നാടകത്തിന്റെ തിരക്കഥ എഴുതുകയായിരിക്കും ചെയ്യുന്നത്. വ്യക്തമായ തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു വരുത്താവൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടുക, അല്ലെങ്കിൽ വളരെ യുക്തമായിട്ട് സഹമായിട്ടുള്ളത് കിട്ടുക എന്നുള്ളതാണ്. ഈ ED തന്നെ ആണല്ലോ പിണറായി വിജയന്റെ മകളെ കുറിച്ച് ഉള്ള അന്വേഷണങ്ങൾ നടത്തിയത്. അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കമ്പനി അഴിമതികൾ അന്വേഷിക്കുന്ന ആ സ്ഥാപനം വന്ന് അന്വേഷിക്കുക. അതും കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെയാണ്. അതും ദാസ്യരായിരിക്കാം. അവർ വന്ന് അന്വേഷണം നടത്തുകയും അവിടെ നമ്മൾ പറഞ്ഞ കോടികളല്ല, അതിനപ്പുറമുള്ള കോടികളുടെ ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ള കുറ്റപത്രം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവിടെ എവിഡൻസ് ഉണ്ട്. അങ്ങനെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് കൊടുത്താൽ മാത്രമേ ED-ക്കോ അതിനപ്പുറമുള്ള ഏജൻസികൾക്കോ വ്യക്തമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ. അല്ലാതെ നമ്മൾ വെറുതെ ഈ ബീറ്റിംഗ് ഇൻ ദ ബുഷ് എന്ന് പറയും, കാടിനകത്ത് വെറുതെ കിടന്ന് തല്ലിയ പാമ്പിനെ കൊല്ലാൻ പറ്റുകയില്ല. പാമ്പിനെ പാമ്പായിട്ട് തന്നെ കാണുകയും നേരിടുകയുമാണ് ചെയ്യേണ്ടത്. വിഷസർപ്പങ്ങൾ. ഏതായാലും സാർ, ചുരുങ്ങിയ സമയത്തിനിടയിൽ നമുക്ക് സമയം അനുവദിച്ചതിൽ വളരെ സന്തോഷം. സാറിനെ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു സാർ.